ഹലോ ഗൈസ്, എല്ലാവർക്കും റഡാർ പെറ്റ്സിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ തുറവങ്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മുടെ ഇരിഞ്ഞാലക്കുടി തൊട്ടടുത്ത് തന്നെയാണ് തുറവങ്കാടിലെ സ്മിത്തിൻ്റെ വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. സ്മിത്തിൻ്റെ കയ്യിലെ നിയോപൊളിറ്റൻ മസ്റ്റിഫ് എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ ബ്രീഡിനെ പരിചയപ്പെടാനാണ് നമ്മൾ ഈ എപ്പിസോഡ് ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിൽ അധികം പേര് കാണാത്തൊരു ഡോഗാണ് നിയോപൊളിറ്റൻ മസ്റ്റിഫ്. ബുൾ മസ്റ്റിഫ് എന്ന് പറഞ്ഞ പല ഡോഗ്സ് ഉണ്ട്, പക്ഷെ അവരിൽ നിന്നൊക്കെ വളരെയധികം ഡിഫറെൻ്റ് ആയി നിൽക്കുന്ന ഒരു ഡോഗും കൂടിയാണ് നിയോപൊളിറ്റൻ മസ്റ്റിഫ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പരമാവധി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ കൂടുതൽ വിശേഷങ്ങൾക്കായിട്ട് നമ്മുടെ സ്മിത്തിനെ നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം ചെയ്യാം. സ്മിത്തെ, നമ്മുടെ ഈ ഒരു ഷോയിലേക്ക് സ്വാഗതം. നമസ്കാരം എല്ലാവർക്കും. ഓക്കെ സ്മിത്ത്, നമ്മുടെ ഈ നിയോപൊളിറ്റൻ മസ്റ്റിഫ് എന്ന് പറഞ്ഞ ഒരു ഡോഗ് നമ്മുടെ കേരളത്തിൽ അധികം അവൈലബിൾ അല്ലാത്തൊരു ഡോഗാണ്. ഈ ഒരു ഡോഗിനെ കുറിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് പലർക്കും അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഈ അറിയാത്ത കാര്യങ്ങൾ നമ്മുടെ സ്മിത്ത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ വളരെയധികം ഉപകാരമായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ നിയോപൊളിറ്റൻ മസ്റ്റിഫിനെ പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോഗാണ് ഈ ഡോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. വളരെയധികം ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോഗാണ്. ഓക്കെ, ഇതാണ് ഇറ്റാലിയൻ ബ്രീഡാണ് നമ്മൾ നിയോപൊളിറ്റൻ മസ്റ്റിഫ്. ഇറ്റാലിയൻ ബ്രീഡാണ് വരുന്നത്. മെയിൻലി കളർ തന്നെ ബ്ലൂ, ബ്ലാക്ക്, ബ്രിൻഡൽ കളർ, അതുപോലെ തന്നെ ടാൻ കളർ, അങ്ങനെ 4 വെറൈറ്റി കളറിലാണ് വരുന്നത്. 4 വെറൈറ്റി കളേഴ്സ് ഉണ്ടല്ലേ. ഇതിപ്പോ സ്മിത്തിന്റെ കയ്യിലിരിക്കുന്നത് ഇത് ഏത് കളറാണ്? ഇത് 2 ഡിഫറെന്റ് കളറാണ്. കളേഴ്സാണ്. ഇതിപ്പോ ഇതിൽ ടാനും ബ്ലൂ കളറല്ലേ. ഇതിൽ ടാൻ ഏതാണ്? ഈ കളർ വരും. ടാനും ബ്ലൂ കളർ. ഇപ്പൊ ഈ 2 കളർ വെച്ച് നമ്മൾ കോമ്പിനേഷൻ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇതിൽ ഏത് കളറിനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്നത്? ഡിമാൻഡ് തന്നെ ഇപ്പൊ നമുക്ക് ടാൻ കളറിനാണ് ഏറ്റവും വരുന്നത്. ഇവര് വിലയിൽ വ്യത്യാസം വരുന്നുണ്ട് ഈ 2 കളറിലെ വിലയിൽ. നമ്മൾ വില പുറത്തൊക്കെ എടുക്കാൻ നമ്മൾ ടാൻ കളറിന് റേറ്റ് ചിലപ്പോൾ ആൾക്കാർ കൂടുതൽ പറയാറുണ്ട്, നമ്മൾ എടുക്കാൻ കൂടുതൽ പറയാറുണ്ടല്ലേ. ഓക്കെ, ഇപ്പൊ ഇത് സ്മിത്തിന്റെ കയ്യിലിരിക്കുന്നത് എത്ര ദിവസത്തെ പപ്പിയാണ്? ഇതിപ്പോ 18 days ആയി. 18 days ആയില്ല, 18 ദിവസം. 18 ദിവസമായി പപ്പിയാണ്. ഇതിപ്പോ ഇവര് കണ്ണ് തുറക്കാനായിട്ട് എത്ര ദിവസം വേണം? 12 ദിവസം കഴിഞ്ഞ കണ്ണ് തുറക്കണം. 12 ദിവസം കഴിഞ്ഞ കണ്ണ് തുറക്കും. അപ്പൊ ഇവര് കണ്ണ് തുറന്നിട്ട് ഏകദേശം ഒരു 6 ദിവസത്തോളം ആയിട്ട്. ഇപ്പൊ ഇവര് നടന്നൊക്കെ തുടങ്ങിയ ഒരു പ്രായമായ നടന്നു തുടങ്ങി. ഇപ്പൊ ഇവര് അമ്മയുടെ കയ്യിൽ നല്ലോണം പാലൊക്കെ മേടിച്ച് കുടിക്കുന്ന ഒരു ഇതാണോ? ഇപ്പോ അതായത് ഇപ്പൊ അമ്മയുടെ കയ്യിൽ നിന്ന് ചില പപ്പീസൊക്കെ പാല് കുടിക്കാത്തൊരു സിറ്റുവേഷൻ വരാറുണ്ട്. അപ്പൊ നമ്മൾ എന്താണ് അതിനെ പ്രതികരിക്കുന്നത്? എങ്ങനെയാണ് ചെയ്യേണ്ടത്? വേറെ പൗഡർ ഉണ്ട്, മിൽക്ക് പൗഡർ ഉണ്ടല്ലേ, അത് നമ്മൾ കലക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നിപ്പിളായിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ. ഇപ്പോ സ്മിത്തിന്റെ ഈ ഒരു പപ്പീസ് സെയിലിനുള്ള പപ്പീസാണോ? സെയിലിനുള്ള പപ്പീസാണ്. ഓക്കെ ഓക്കെ. ഇപ്പോ സ്മിത്ത് ഈ ഒരു ഡോഗിന് പറയുന്ന ഈ ഒരു പപ്പീസിന് പറയുന്ന റേറ്റ് എത്രയാണ്? നമ്മൾ 25 to 30K ആണ് നമ്മൾ സെയിൽ ചെയ്യാറ് പപ്പീസിനല്ല. 20 തൊട്ട് 30 വരെ വരാം അല്ലേ? ഓക്കെ ഓക്കെ. ഇപ്പൊ ഇതില് നമ്മുടെ ഈ പപ്പീസൊക്കെ സെയിൽ ആയതാണോ? ഇല്ല, നമുക്ക് സെയിൽ ചെയ്യാനുള്ള പപ്പീസാണ്. ഇപ്പൊ എത്ര പപ്പീസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ഉണ്ട്? 3 പപ്പീസ് ഉണ്ട്. 3 പപ്പീസാണ് അവൈലബിലിറ്റി ഉള്ളത്. ഡെലിവറി 3 പപ്പീസ് ഉണ്ടായുള്ളൂ. ഫസ്റ്റ് ഡെലിവറി ആണ്. ഓക്കെ ഓക്കെ. ഇപ്പൊ നമ്മുടെ ഇതിന്റെ ഒരു പാരന്റ്, ഫീമെയിൽ പാരന്റിന് എത്ര ഏജ് വരുന്നുണ്ട്? ഇതിപ്പോ 60 month ആയി. ഇപ്പൊ ഇനിയിപ്പോ അടുത്ത പ്രഗ്നൻസിയിലൊക്കെ പപ്പീസിന്റെ എണ്ണം കൂടാനായിട്ട് വളരെയധികം ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഇപ്പൊ ഈ ഒരു 3 പപ്പിയുള്ള കാരണം അവർക്ക് പാല് കുടിക്കാനും അതുപോലെ തന്നെ ആ ഒരു വളർച്ച വരുന്ന സമയത്ത് നല്ല സൈസിൽ വരാനും ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ ഓക്കെ. നല്ല ക്വാളിറ്റി ഉള്ള പപ്പീസിനെ ഇറക്കാനും പറ്റും. ഷോക്ക് ഇറക്കാവുന്ന ക്വാളിറ്റിയാണ്. ഇപ്പൊ ഇതിന്റെ പേരന്റ് ഇതിന്റെ ഫീമെയിൽ പേരന്റ് ആണ് ഇപ്പൊ നമ്മുടെ സ്മിത്തിന്റെ കയ്യിലുള്ളത്. ഇതിന്റെ മെയിൽ പേരന്റ് എവിടെയാണുള്ളത്? തൃശ്ശൂർ ചേലക്കരയിലുള്ള ജോയലിന്റെ കയ്യിലാണ് ഇതിന്റെ മെയിൽ പപ്പി. ഓക്കെ, എങ്ങനെയാണ് നല്ല ഇതിന്റെ ഫീമെയിൽ എങ്ങനെയാണ്? ഞാൻ കണ്ടെടുത്തോളം എനിക്കറിയില്ല, ഇതിന്റെ ക്വാളിറ്റി അറിയില്ല. ഫീമെയിൽ എങ്ങനെയാണ്? ഇതിന്റെ അമ്മ എങ്ങനെയാണ്? ഇതിന്റെ ക്വാളിറ്റി ഉള്ള ബ്ലൂ ഐ ആണ്. പിന്നെ അതുപോലെ ഈ ഡോഗും ഇതിന്റെ മദർ എല്ലാം ബ്ലൂ ഐ ആണ്. പപ്പീസിന്റെ ബ്ലൂ ഐ ആണ് വരുന്നത് അല്ലേ? ഓക്കെ ഓക്കെ. ഇതിന്റെ മെയിൽ പേരന്റ് എങ്ങനെയാണ്? നല്ല ക്വാളിറ്റി ഉള്ള പേരന്റ് ആണോ? അതെ. നമ്മൾ ഈ പ്രാവശ്യം തൃശ്ശൂർ ജോയിൽ ഷോക്കി സി അടിച്ച ഡോഗാണ്. ഷോക്കി ചാമ്പ്യൻ ഡോഗ് ആണോ? ചാമ്പ്യൻ ഡോഗ് ആണ് ഇതിന്റെ മെയിൽ പേരന്റ്. അപ്പൊ അതിനനുസരിച്ച് നമ്മള് ഒരു വില ഇതിനെന്തായാലും കിട്ടും അല്ലേ? അതെ. ഓക്കെ, അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങള്. പിന്നെ വേറെ എന്തൊക്കെയാണ് ഈ നിയോപൊളിറ്റൻ മസ്റ്റിഫ് എന്ന് പറഞ്ഞ ഒരു ഡോഗിന് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും പ്രത്യേകതകളോ അതിന്റെ നമ്മളിപ്പോൾ ഞാനിവിടെ വന്ന സമയത്ത് ഇതിൻ്റെ ഫീമെയിൽ പേരൻറ്റിനെ നമുക്ക് കണ്ടപ്പോൾ തോന്നിയത് വളരെയധികം ഹെയർ അല്ല, നമ്മുടെ ഇതിൻ്റെ ഈ ഒരു ഫേസ് വളരെയധികം ചുളിഞ്ഞിരിക്കുന്ന ഒരു ഇതാണ്. വ്രിങ്കിൾസ് ഒക്കെ വളരെയധികം കൂടിയിട്ടുള്ള ഒരു ഇതായിട്ടാണ് കണ്ടത്. അപ്പൊ അതിന്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ നമ്മൾ അങ്ങനെയാണോ ക്വാളിറ്റി മനസ്സിലാക്കുന്നത്? ക്വാളിറ്റി അതിന്റെ സൈസ്, അതിന്റെ റിങ്കിൾസ്, ആ ചുളിവൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ക്വാളിറ്റിയെ പറ്റി നമുക്ക് നോക്കാം. ഇത് നമ്മൾ ആ ഒരു ഡോഗിനെ കണ്ടപ്പോൾ അത് തൂങ്ങി കിടക്കുന്ന ഒരു ഫീലാണ് നമുക്ക് തോന്നിയത്. ആ ഒരു ഇത് തന്നെയാണ് അതിന്റെ ആ ഒരു ഡോഗിന്റെ നിയോപൊളിറ്റൻ മസ്റ്റിഫ് എന്ന് പറഞ്ഞ ഒരു ഡോഗിനെ എടുത്ത് കാണിക്കുന്ന ക്വാളിറ്റി. ഫേസിലെ റിങ്കിൾസ് ആണ്, ഈ ചുളുക്കുകൾ കണ്ടില്ലേ? ഓക്കെ ഓക്കെ. ഇപ്പൊ നമ്മുടെ ചെറുപ്പത്തിൽ തന്നെ ആ ഒരു ചുളിവുണ്ട്. സ്മിത്ത്, ആ ഒരു ഇതിനൊന്ന് പപ്പിനൊന്ന് നമ്മുടെ ക്യാമറയ്ക്ക് ഒന്ന് കാണിക്കാൻ പറ്റുമോ? ഓക്കെ, നമ്മുടെ ക്യാമറ ഓക്കെ
ഇതാണ് ഇത് ചെറുതായിട്ട് ഇപ്പോൾ നമുക്ക് അധികം അങ്ങോട്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം എത്ര മാസം പിടിക്കും നമ്മുടെ ആ ഒരു ഫീമെയിൽ, അതായത് നമ്മുടെ ഇതിൻ്റെ പേരൻറ്റിൻ്റെ ആ ഒരു ഫേസ് കട്ടിലേക്ക് വരാനായിട്ട് ഏകദേശം എത്ര ദിവസം പിടിക്കും? 2 months അപ്പുറം നമ്മൾ സെയിലിന് നമ്മൾ 60 days ആകുമ്പോഴേക്കും നമുക്ക് ചുരുക്കമൊക്കെ കാണാൻ പറ്റും. ഏകദേശം ചുരുക്കൊക്കെ ആവും. ആൾക്കാർക്ക് മേടിക്കാവുന്ന ഒരു സിറ്റുവേഷൻ ആകുമ്പോഴേക്കും നമുക്ക് നല്ലൊരു ഷോയായി മാറും ആ ഒരു പപ്പി അല്ല. ഇതിപ്പോ ഇവര് ഇപ്പൊ കിടന്ന് ഇവര് സൗണ്ട് ഉണ്ടാക്കുന്നത് നമ്മുടെ ചൂടിന്റെ സീസൺ ആയ കാരണം തോന്നുന്നില്ല. ചൂട് തീരെ പറ്റാത്ത ഡോഗുകളാണ്. അതായത് ചൂട് സാധുവാ ഡോഗ്സിന് ചൂടൊക്കെ ഭയങ്കര ചൂടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ അത് പരമാവധി ഡോഗ്സിനൊക്കെ അത് ഈ ചൂട് സീസണിൽ നമ്മൾ എങ്ങനെയാണ് ഡോഗിനെ കെയർ ചെയ്യുന്നത്? സ്മിത്ത് എങ്ങനെയാണ്? കൂടുതലൊക്കെ ഫാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫാൻ വെച്ച് കൊടുത്തിട്ടുണ്ടല്ലേ? അങ്ങനെ തന്നെയാണ് ഇവരെ കൺട്രോൾ ചെയ്ത് നമുക്ക് നിർത്താൻ പറ്റുള്ളൂ. ഓക്കെ ഓക്കെ. പരമാവധി നമ്മൾ മനുഷ്യന്മാർക്കായാലും ചൂട് വളരെയധികം താങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ്. അപ്പോ അങ്ങനെയാണ് ഇവരെ കാര്യങ്ങൾ. പിന്നെ എന്തൊക്കെയാണ് ഇവരുടെ പപ്പീസിന് ഇപ്പോൾ എത്ര ദിവസത്തിന് ശേഷമാണ് നമ്മളൊരു പപ്പി പ്രസവിച്ച് കഴിഞ്ഞാൽ എത്ര ദിവസത്തിന് ശേഷമാണ് നമുക്ക് ഇവരൊന്ന് സെയിൽ ചെയ്യാൻ പറ്റുക? 60 days നമ്മൾ സെയിൽ ചെയ്യുള്ളൂ. 60 daysന് ശേഷം നമ്മളിതിനെ സെയിൽ ചെയ്യില്ലേ? സ്മിത, നമ്മുടെ ഈ ഒരു പപ്പീനെ നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് വാക്സിനേഷനും വരേടം വരുന്നൊക്കെ കൊടുത്തിട്ടാണോ നമ്മളിതിനെ സെയിൽ ചെയ്യുന്നത്? വരേടം നമ്മൾ കൊടുക്കാറുണ്ട്. വാക്സിനേഷൻ ഫോൺ വന്നില്ല, നമ്മൾ ഫസ്റ്റ് പാർവയുടെ വാക്സിൻ എടുക്കാറുണ്ട്. പാർവേ. ഇപ്പൊ ഞാനത് കേട്ടിട്ടുണ്ട്. ഈ ഒരു പാർവേ എന്ന് പറഞ്ഞ ഡോഗിന്, ഈ പാർവേ എന്ന് പറഞ്ഞ ഈ ഒരു അസുഖം നമ്മുടെ ഡോഗിനെ, ഏതൊരു ഡോഗിനെ വന്നാലും പിന്നെ അതിനെ കിട്ടില്ല എന്നാണ് കേട്ടത്. ആ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അതിനെ കുറിച്ച് എന്താണ് സ്മിത്തിന് പറയാനുള്ളത്? അസുഖം വന്നു കഴിഞ്ഞാൽ പപ്പീസിനെ ഫുഡ് എടുക്കാനല്ല ഭയങ്കര ഇതായിരിക്കും. ഫുഡ് എടുക്കാത്തതാണ് മെയിൻ പ്രശ്നം വരാം. ഈ പപ്പീസ് ചാവാനുള്ളതൊക്കെ ഇത് വരുന്നത്. അതല്ല. ഓക്കെ ഓക്കെ. പിന്നെ ഈ ഒരു പപ്പിക്കാണോ ഈ പാർവേസ് എന്ന് പറഞ്ഞ അസുഖം വരാം, അല്ലെങ്കിൽ പേരന്റിനൊക്കെ വരുമോ? പേരന്റ് എല്ലാത്തിനും അഡൽട്ടിനൊക്കെ വാക്സിൻ എടുത്തില്ല ഞങ്ങൾക്ക് ഡോഗ്സിന് വരാവുന്നൊരു അസുഖം അത്. അതല്ലേ. ഓക്കെ. പിന്നെ സ്മിത്ത്, ഞാൻ വേറൊരു കേസ് ചോദിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പലരും പറയണ കേട്ടോ, എൻ്റെ അടുത്ത് 1-2 പേര് പറഞ്ഞാണ് കേട്ടിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ഡോഗ്, നമ്മുടെ കയ്യിലുള്ള ഡോഗ് ചിലപ്പോൾ പ്രഗ്നൻ്റ് ആയ പോലെ നമുക്ക് തോന്നാം, വയറൊക്കെ വീർത്ത് നല്ല പ്രഗ്നൻസി ആയിട്ടുള്ള പോലെ തോന്നാം. പക്ഷേ അത് പ്രസവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ഫ്ലൂയിഡ് എന്ന് പറഞ്ഞൊരു സംഭവമായിട്ട് മാറുന്ന ഒരു കേസ് കേട്ടിട്ടുണ്ട്. അതിനെ കുറിച്ച് എന്താണ് സ്മിത്തിന് പറയുന്നത്? അങ്ങനെ ഒരു അസുഖത്തിനെ കുറിച്ച് സ്മിത്ത് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഇത് നമ്മൾ കേട്ടില്ല. നമുക്ക് പിന്നെ ചില എന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ള ഗർഭം എന്നൊക്കെ പറയുന്നത്. അതെ അതെ അതെ. വീർക്കും, പക്ഷെ പ്രസവിക്കത്തില്ലേ പപ്പീസ്. അനുഭവം നമുക്ക് ഒരു പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. പപ്പീസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ. പിന്നെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചില ഉഡായിപ്പ് ടീമുകൾ പപ്പീസിനെ, അതായത് ചിലപ്പോൾ അവരുടെ ആ ഒരു ബ്രീഡ് ചിലപ്പോൾ പ്രസവിക്കാത്ത പല ടൈമിൽ ഇതിങ്ങനെ വയറ് വീർത്തിട്ട് പ്രസവിക്കാണ്ട് പല സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അതിനെ ഓൾറെഡി പ്രസവിക്കാറായതാന്ന് പറഞ്ഞ് സെയിൽ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും. അതിനെക്കുറിച്ച് എന്താണ് നമ്മുടെ സ്മിത്തിന് പറയാനുള്ളത്? ചില ഡോഗ്സ് സൈലന്റ് ഹീറ്റ്, നമ്മൾ ഹീറ്റ് ആവണമെന്ന് അറിയില്ല, അങ്ങനെയൊക്കെ ചില പേര് കൊടുക്കാറുണ്ട്. ഡോഗ്സിനെ കൊടുക്കാറുണ്ടല്ലേ? ഇതൊക്കെ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്താൽ നമുക്ക് മാറാവുന്ന ഇതൊക്കെ ഉള്ളൂ അതൊക്കെ. ഓക്കെ ഓക്കെ. പിന്നെ സ്മിത്ത്, നമ്മൾ മുമ്പത്തൊക്കെ ഒരു വീഡിയോ ഇട്ടപ്പോൾ നമ്മുടെ കമന്റിൽ 1-2 നമ്മുടെ അറിവ് കുറഞ്ഞവരാണെന്നാണ് തോന്നുന്നത്. ഹീറ്റ് ആവുക നമ്മുടെ വീഡിയോയിൽ ഇടയ്ക്ക് പറയും. പക്ഷേ ഈ ഹീറ്റ് ആകുക എന്നുള്ള സംഭവം നമ്മുടെ കുറെ തുടക്കക്കാർക്കൊന്നും അറിയാത്ത കുറെ ആൾക്കാരുണ്ട്. ഈ ഹീറ്റ് ആവുക എന്ന് പറയുന്ന സംഭവത്തിന് എന്താണ് സ്മിത്തിന് പറയാനുള്ളത്? അത് എങ്ങനെയാണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അറിവ് കൊടുക്കാൻ പറ്റുന്നത്? നമ്മള് ബ്ലീഡിങ് ഉണ്ടാവും ഡോഗ്സിന്. ബ്ലീഡിങ് ഉണ്ടാവും. ബ്ലീഡിങ് കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഡേറ്റ് ഇടാം, ക്രോസ് ആക്സിഡന്റ് ഡേറ്റ് കൺഫേം ചെയ്യാം നമുക്ക്. അപ്പോൾ ഈ ഹീറ്റ് ആവുന്നത് ഹീറ്റ് ആയ ബ്ലീഡിങ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഡോഗ് ഹീറ്റ്. അതായത് ബ്ലീഡിങ് ഏത് ഭാഗത്തായിട്ടുണ്ടെങ്കിൽ ഇവരുടെ ബാക്ക് വശത്തായിട്ടാണ് ഇതിന്റെ ബ്ലീഡിങ് നമുക്ക് കാണപ്പെടുന്നത് അല്ലേ? ഓക്കെ. ഇപ്പൊ ഒരു ഡോഗ് നമ്മളിപ്പോ സ്മിത്തിന്റെ കയ്യിലിരിക്കുന്ന ഒരു പപ്പി, ഈ പപ്പി ഫീമെയിൽ പപ്പി വലുതായി എത്ര നാളുകൾക്ക് ശേഷം കഴിഞ്ഞിട്ടാണ് ഈ ഒരു പപ്പി ഹീറ്റ് ആവുന്നത്? ഹീറ്റിങ്ങിന് സ്റ്റാർട്ട് ആവുന്നത് എത്ര നാൾ കഴിഞ്ഞിട്ടാണ്? 9 months ഫസ്റ്റ് ഹീറ്റ് ആവുന്നത്. നമ്മൾ എപ്പോഴും ഫസ്റ്റ് ഹീറ്റിൽ നാളും അതിനെ ക്ലോസ് ചെയ്യിക്കാറൊന്നുമില്ല, മെയ്റ്റ് ചെയ്യിക്കാറില്ല, ക്ലോസ് ചെയ്യിപ്പിക്കാറില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ? പട്ടിയുടെ സ്ട്രെങ്ത് കുറവായിരിക്കും ഭയങ്കര. അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ടാവും നമുക്ക്. പട്ടി ക്വാളിറ്റി കുറയും ചിലപ്പോൾ പപ്പീസിന്. ഓക്കെ. പപ്പീസ് ഉണ്ടാകുമ്പോൾ അവർക്ക് ക്വാളിറ്റി കുറവാൻ വളരെ ചാൻസ് കുറവാണ്. എന്തെങ്കിലും അംഗവൈകല്യം അങ്ങനെ വല്ല വരാൻ ചാൻസ് ഉണ്ടോ? അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. പിന്നെ സർട്ടിഫിക്കറ്റ് ഇല്ല, നമുക്ക് 50 months നമുക്ക് KCI സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട് നമുക്ക് ചോദിക്കാം. 50 months കഴിഞ്ഞ് ക്രോസ് ചെയ്യിച്ചാൽ നമുക്ക് പപ്പിന് സർട്ടിഫിക്കറ്റ് തന്നെ കിട്ടത്തുള്ളൂ. ഓക്കെ. ഈ KCI സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഈ ഡോഗിനെ നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ അതാണോ നമ്മളിപ്പോൾ ആൾക്കാർ ചോദിക്കണാറുണ്ട്, ഇത് സർട്ടിഫിക്കറ്റ് ഉള്ള ഡോഗ് ആണോ എന്ന് ചോദിക്കാറുണ്ട്. ആ ഒരു സർട്ടിഫിക്കറ്റ് KCI സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്? അതെ, സർട്ടിഫിക്കറ്റിന് KCI അതാണ് ആൾക്കാർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് നമുക്ക് ഡോഗ്സിന്റെ എക്സാക്ട് ഡേറ്റ് അറിയാൻ പറ്റും. പ്രശ്നം നമുക്ക് അതിന്റെ ലൈനേജ് അറിയാം, സ്റ്റോക്ക് ഇറക്കാം.
ഓക്കെ ഓക്കെ. ഇതിപ്പോ നമ്മുടെ നമ്മുടെ ഈ പിറ്റ്ബുൾ എന്ന് പറഞ്ഞ ഒരു ഡോഗിനൊക്കെ നമ്മുടെ സ്റ്റാൻഡിങ് പൊസിഷൻസ് കണ്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഈ ഒരു നിയോപോളിറ്റൻ മസ്റ്റിഫ് എന്ന് പറഞ്ഞ ഡോഗിന് നമ്മുടെ സ്റ്റാൻഡിങ് എങ്ങനെയാണ് ഇതിന്റെ വരുന്നത്? നോർമലി നല്ല ചൂടാണ്. ചൂട് കാരണമാണ് ഇവര് കിടന്ന് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നല്ലേ? ഓക്കെ ഓക്കെ. അപ്പോ ഇവർക്ക് പരമാവധി ചൂട് പരമാവധി പറ്റില്ല അല്ലേ? നമുക്ക് അവർക്ക് അതിൻ്റെതായ സജ്ജീകരണങ്ങൾ ചെയ്ത് കൊടുത്താൽ മാത്രമാണ് ആ ഒരു ഇതിനെ തരണം ചെയ്യാൻ പറ്റുള്ളൂ ചൂടിന് അല്ലേ? ഓക്കെ ഓക്കെ. ഇതിന്റെ ഫീമെയിൽ പേരന്റ് എങ്ങനെയാണ്? ചൂടൊക്കെ അവർക്കൊക്കെ ചൂട് സഹിക്കാൻ പറ്റാവുന്ന ഒരു ഇതാണോ? നോർമൽ ചൂടൊക്കെ സഹിക്കും, പിന്നെ ഇത്ര ഹോട്ടാണെന്ന് പറ്റത്തില്ല. നമ്മളിപ്പോ നമ്മളിപ്പോ ടെറസിന്റെ മേലെയാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഞങ്ങൾക്ക് രണ്ടുപേർക്കായാലും ചൂട് ഒരുപാട് സഹിക്കാൻ പറ്റുന്നില്ല. നല്ല വെയിലാണ്. എന്നാൽ അതിനൊക്കെ തരണം ചെയ്തിട്ടാണ് നമ്മുടെ പപ്പീസും സ്മിത്തും നമ്മുടെ വീഡിയോക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ സ്മിത്ത്, പിന്നെ വേറെ എന്തെങ്കിലും നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ എന്തെങ്കിലും സ്മിത്തിന് അവസാനമായിട്ട് നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത് എന്തെങ്കിലും പറയാനോ അങ്ങനെ വല്ലതും ഉണ്ടോ പറയാനായിട്ട് വല്ലതും? ആർക്കും ഡൗട്ടിന് നമുക്ക് വിളിക്കാം. അറിയണ ഡൗട്ടൊക്കെ നമുക്ക് എല്ലാവർക്കും പറഞ്ഞുതരാൻ പറ്റും. ഇപ്പൊ ഈ ഒരു പുതിയതായിട്ട് ഇപ്പോൾ ഒരു നിയോപോളിറ്റൻ മസ്റ്റിഫിനെ മേടിക്കാനായിട്ട് ഇപ്പോൾ സ്മിത്തിന്റെ വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ നിയോപോളിറ്റൻ മസ്റ്റിഫിനെ ബ്രീഡ് തുടങ്ങാനായിട്ട് ഒരാൾക്ക് താല്പര്യം ഉണ്ടെന്ന് വയ്ക്കാം. അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള സന്ദേശം എന്താണ്? പ്രത്യേകിച്ച് പട്ടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് വെച്ചാൽ നമുക്ക് ഏത് ഡോഗായാലും നമുക്ക് നോക്കാൻ എല്ലാത്തിനും സുഖമാണ്, നോക്കാൻ എളുപ്പമാണ്. ഓക്കെ, ഒരു ഇഷ്ടത്തോടുകൂടി വാങ്ങണം. എന്ത് വാങ്ങുമ്പോഴും എല്ലാത്തിനെയൊക്കെ ഇഷ്ടത്തോടുകൂടി വാങ്ങുമ്പോൾ അതിന് അതിൻ്റെതായ ഒരു ഇതുണ്ടാവും. നമുക്ക് നോക്കാനും എല്ലാത്തിനും ഒരു സുഖം ഉണ്ടാവും. ഓക്കെ ഓക്കെ. അതൊരു ചുമ്മാ ഒരു എന്താ പറയാ, കച്ചവടത്തിനായിട്ടൊന്നും വാങ്ങിച്ചുകൊണ്ടിട്ട് കാര്യമില്ല. ബിസിനസ് മൈൻഡിൽ നമ്മൾ ഒരു എന്ത് തെറ്റായാലും മേടിച്ചിട്ട് കാര്യമില്ല. നമ്മൾ അതിനെ സ്നേഹിക്കണം. എന്നാൽ അതിനൊപ്പം നമുക്ക് എന്തെങ്കിലും വരുമാനം വേണം. അങ്ങനെയുള്ള രീതിയിൽ കൊണ്ടുനടക്കണമെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ നിയോപോളിറ്റൻ മസ്റ്റിഫ് എന്ന് പറഞ്ഞ ഈ ഒരു ബ്രീഡിന്റെ പ്രത്യേകതകൾ അല്ലേ സ്മിത്തെ? അപ്പൊ എന്തായാലും നമ്മുടെ സ്മിത്ത് നമുക്കൊരു കാര്യം ചെയ്യും, നമ്മുടെ വീഡിയോ എന്തായാലും വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ എന്തായാലും നമ്മുടെ അടുത്ത് ഇത്ര നേരം സഹകരിച്ച സ്മിത്തിന്റെ ഡോഗിന്റെ അടുത്തും നമ്മൾ വളരെയധികം നന്ദി അറിയിച്ചു കൊള്ളുന്നു. വളരെയധികം ചൂട് സഹിച്ചിട്ടാണ് നമ്മളോട് നിൽക്കുന്നത്. അപ്പൊ അതിനൊക്കെ വളരെയധികം നന്ദിയുണ്ട് ചൂട് സഹിച്ച് നമ്മുടെ അടുത്ത് ഇത്ര നേരം സഹകരിച്ചതിന്. അപ്പൊ സ്മിത്തെ, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നീ പറ്റാവുന്ന രീതിയിലൊരു ബായ് കൊടുത്തോളൂ. ബൈ. ഓക്കെ ഓക്കെ.